ബദലകൈ കുടുംബ യൂണിറ്റ് ഈ ഓണത്തിന് റിലീസ് ചെയ്ത സിനിമ. ഡയറക്ടർ ഗിരീഷ് ഷേഡി, DOP അജ്മൽ സാബു, എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ്, പ്രൊഡക്ഷൻ ഭാവന സ്റ്റുഡിയോ. ഞാൻ സിനിമ ഇന്നാണ് കാണാൻ സാധിച്ചത്, അതായത് തിരുവോണ നാളിൽ രാവിലെ. സോ ഗിരീഷ് ഷേഡിയുടെ മുൻ ചിത്രങ്ങൾ തണ്ണീർമത്തൻ, സൂപ്പർ ശരണ്യ, പ്രേമലു, അതേ സംഭവം തന്നെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൽ നിവിൻ പോളി ചെയ്യേണ്ട റോള് നസ്ലിൻ ചെയ്യേണ്ടതായിരുന്നു എന്നാണ്. അത് നസ്ലിൻ്റെ ഈ റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ടെന്തോ സംഗതിയിൽ മാറിപ്പോയതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നൽ. അതായത് പ്രേമലു 2 അനൗൺസ് ചെയ്തപ്പോൾ നസ്ൽ പ്രൈസ് റെമ്യൂണറേഷൻ കൂടുതൽ ചോദിക്കുകയും അങ്ങനെ ആ പ്രോജക്റ്റ് നടക്കാതെ വന്നിട്ടിപ്പോൾ ഇവിടെ റീപ്ലേസ് ചെയ്തായിരിക്കാം. സിനിമ ഈ നിരൂപകർ പറയുന്ന പോലെ അതിഭീകരമായ ഭയങ്കര സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൻ്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ, ഒരു മലയോര ഗ്രാമത്തിൽ നിന്നൊരു പെൺകുട്ടി അങ്കമാലിയിൽ വരുന്നു പഠിക്കാനായിട്ട്. അത് വീട് വസ്തു വിറ്റ് പുതിയൊരു വീട് വാങ്ങിക്കുന്നു. അതിന് പരിസരത്തുള്ള ഒരു ജെൻറ്റിൽമാൻ ആയ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40-42 വയസ്സ് 45 വയസ്സുള്ള ആളെ പ്രണയിക്കുന്നു. അതാണ് സിനിമ. ഇവിടെ ഒരു സാധനം വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ, ഈ മലയോര ഗ്രാമങ്ങൾ, അതായത് മലയോര പ്രദേശങ്ങൾ, റീജിയൻ എന്ന് പറഞ്ഞാൽ വയനാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ഈ സ്ഥലത്തൊക്കെയുള്ള പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടികളെ പേരൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് ഒരുപാട് എക്സ്പെൻസ് ചെയ്താണ്. അതായത് നഴ്സിങ്ങോ ബിടെക്കോ ഒക്കെ ആയിരിക്കും. പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളാണ് അവർ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി പണം ചിലവഴിക്കും. പിന്നെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവർ ആ മുടക്കിയ പണം തിരിച്ച് ജോലി ചെയ്ത് തിരിച്ച് വീട്ടുകാർക്ക് കൊടുക്കുകയും അതിനോടൊപ്പം അവർക്ക് വിവാഹം കഴിക്കുമ്പം അതിൻ്റെ ചിലവും കൂടെ അവർ സമ്പാദിക്കണം. അപ്പോൾ ഏകദേശം ഒരു 30-35 വയസ്സോളം ഇവർ പണിയെടുത്തിട്ട് പിന്നീട് ഇവർ വിവാഹിതരാകുന്ന ഒരു സിറ്റുവേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പേരൻസിനും അത് തന്നെയാണ് ഇഷ്ടം. ആ ഒരു സംഭവമാണ് ഇവിടെയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നായകനായ നിവിൻ പോളി ഒരു കാറ്ററിംഗ് സെൻറ്റർ നടത്തുന്നു. നായകനും ക്രിസ്ത്യൻ ചുറ്റുപാടിലുള്ള ആളാണ്. അവിടെ ഈ തണ്ണീർമത്തൻ എന്ന് പറയുന്ന സാധനം, സൂപ്പർ ശരണ്യ, പ്രേമലു, ഇതൊക്കെ ഭയങ്കര ഹിറ്റായ സിനിമകളാണ്. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ജെൻസികൾക്ക് കണക്റ്റായ സിനിമകളാവാനാണ് സാധ്യത. പക്ഷേ ഇവിടെ ഒരു സംഭവം വർക്കൗട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഈ കുടുംബ യൂണിറ്റ്, ബദലഹേം കുടുംബ യൂണിറ്റ് സിനിമ ഓണത്തിന് റിലീസ് ചെയ്യാതെ, ഫെസ്റ്റിവൽ സീസൺ അല്ലാതെ ഒരു ജൂലൈ, ജൂൺ ആ സമയത്തോ അങ്ങനെയുള്ള ഇതിൻ്റെ ഫെസ്റ്റിവൽ സീസൺ അല്ലാത്ത സമയത്താണ് റിലീസ് ചെയ്തെങ്കിൽ തികച്ചും പാളിപ്പോണ്ട സിനിമയാണ്. കാരണം ജെൻസികൾക്കൊന്നും ഇത് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഫാമിലി ഓറിയൻറ്റിനെ ടാർഗറ്റ് ഓഡിയൻസ് ഫാമിലീസ് ആവും. അപ്പം പ്രത്യേകിച്ച് ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് അത്തരത്തിലുള്ള ഫെസ്റ്റിവൽ സിനിമകളായിട്ടാണ് ഇത് ടാർഗറ്റിംഗ് ഓഡിയൻസ് അതാണ്, ഫാമിലീസിനെ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഫാമിലീസ് വന്ന് സിനിമ കാണുമ്പോൾ അവരുടെ ഫാമിലീസിൻ്റെ കുറേ പ്രോബ്ലംസും, അതിലൂടെ ഒരു പ്രണയം, അതിലൂടെ ഒരു വിരഹം, പിന്നെ ഒത്തുചേരൽ, അങ്ങനത്തെ ഒരു കൾട്ട് പരിപാടികളാണ് അത് പിടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർമാരായ ആൾക്കാർ അവരെല്ലാം തികഞ്ഞ സിനിമയുടെ ബിസിനസ്സൊക്കെ നന്നായിട്ട് അറിയാവുന്നവരും എവിടെ എന്ത് പ്ലേസ് ചെയ്യണമെന്നും ഒക്കെ നല്ല ബോധമുള്ളവരാണ്. അപ്പോൾ അവർക്കറിയാം ഇത് എങ്ങനെ പ്ലേസ് ചെയ്യണം, ഏത് സമയത്ത് റിലീസ് ചെയ്താലാണ് ഈ സിനിമ വിജയിക്കുക എന്നും. അങ്ങനെ അതായിരിക്കാം എനിക്ക് തോന്നുന്നത്. സോ ഈ പാടിപ്പുകഴ്ത്തിയതുപോലത്തെ ഭയങ്കര അതിഭീകരമായ സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് പല സ്ഥലത്തും ഭയങ്കര ക്രിഞ്ച് അല്ലെങ്കിൽ ബോറടിക്കുന്നുണ്ട്. പിന്നെ പ്രഡിക്റ്റബിളാണ് സ്റ്റോറി, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഗിരീഷ് ഷേഡിയുടെ സ്ഥിരം അഭിനേതാക്കളാണ് ഇതിൽ
നിവിൻ പോളി ഗിരീഷ് ഷേഡിയുടെ സ്ഥിരം അഭിനേതാക്കളിൽ ഒരാൾ മാത്രമേ ഒഴിവാക്കിയുള്ളൂ, നസ്ലിനെ. നസ്ലിൻ കാശ് കൂടുതൽ ചോദിച്ചുകൊണ്ടായിരിക്കും ഒഴിവാക്കിയത്. അപ്പോൾ ഇനി മുതൽ നസ്ലിൻ ഗിരീഷ് ഷേഡിയുടെ സിനിമയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഈ സിനിമയിൽ നസ്ലിനൊന്നും നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഭീകരമായ സിനിമ ഒന്നുമല്ല ഇത്, അത്ര വലിയ ആർട്ടൊന്നുമല്ല ഇത്. പിന്നെ ഈ നിവിൻ പോളിയെക്കുറിച്ച് പാടിപ്പോഴ്ത്തിയത് ഞാൻ കേട്ടത് ഈ സിനിമാ നിരൂപകരിൽ നിന്നാണ്. മോഹൻലാലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മോഹൻലാലും നിവിൻ പോളിയൊക്കെ എങ്ങനെ കമ്പയർ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മോഹൻലാലിൻ്റെ ആ ഒരു റേഞ്ചിൽ വേറൊരു ഇന്ത്യൻ സിനിമയിൽ ആക്ടർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം മോഹൻലാലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിവിൻ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടൊക്കെയാണുള്ള റിവ്യൂസൊക്കെ പലരും ഇട്ടേക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. ശരിക്കും ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ആരും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഇനി കാശ് മേടിച്ചിട്ടാണോ ഇനി അതല്ല ഈ സിനിമ കണ്ട നിരൂപകർക്ക് ഇതൊരു മഹത്തരമായ കലാസൃഷ്ടിയാണെന്ന് തോന്നിയിട്ടുണ്ടാവുമോ എന്നും ഡൗട്ടുണ്ട്. ഇതിൽ DOP അജ്മൽ സാബു, എഡിറ്റർ ആകാശ് ജോസഫ്. സോ ഇവർ രണ്ടുപേരും മികച്ച വർക്കാണ് ചെയ്തത്. അതായത് ഒരു ഇതിൽ അനാവശ്യമായ ഷോട്ടുകളോ ഇൻസേർട്ടുകളോ എഡിറ്റർ അനാവശ്യ ഇൻസേർട്ടുകളൊന്നും ചെയ്തിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് കറക്റ്റ് കട്ട്സായിട്ട് പോയിട്ടുണ്ട്. അജ്മലിൻ്റെ DOP അങ്ങനെ പോയിട്ടുണ്ട്. അജ്മൽ മുമ്പ് ചെയ്ത സിനിമ മിന്നൽ മുരളി, പ്രേമലു ഒക്കെയാണ്. അതുപോലെ തന്നെ ആകാശ് ചെയ്തിരിക്കുന്നത് കൂദാശ, പ്രേമലു ഒക്കെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സോ എഡിറ്റർക്കും DOPക്കും ഈ സിനിമയിൽ എന്താ പറയുക 10ൽ 10 മാർക്ക് കൊടുക്കാവുന്നതാണ്. ഈ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടർ വർക്ക് ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് സിനിമ വർക്കൗട്ടായി, ഓക്കെ. പക്ഷേ ഇതൊരു മഹത്തരമായ കലാസൃഷ്ടി എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സാധനം ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഫാമിലി ഓഡിയൻസ് വന്ന് ഭയങ്കര കോമഡി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വന്നിരുന്ന് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കോമഡി അതിനേക്കാൾ നല്ല ഈ ടെലിവിഷനിൽ കോമഡി സ്റ്റാർ കാണുന്നത്. അത്ര വലിയ കോമഡികളാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. സിനിമ കാണുമ്പോൾ സിനിമയിലൂടെ കുറേ ആശയങ്ങളും കുറേ കൾച്ചർ ജീവിതങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അതാണല്ലോ സിനിമ. അതായത് നമ്മൾ ഹോളിവുഡ് സിനിമകൾ എടുക്കുമ്പോൾ തികച്ചും അത് മികച്ചതാണെന്ന് തോന്നാൻ കാരണം എന്താണ്? അത് പ്രീ പ്രൊഡക്ഷൻ വർക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. സ്ക്രിപ്റ്റിനകത്ത് വളരെ ഭംഗിയായിട്ട് അതിനെ വർക്ക് ചെയ്യുകയും അതിൻ്റെ എവറിത്തിങ് പോരായ്മകൾ അത് സ്റ്റോറി ബോർഡ് റെഡിയാക്കിയിട്ടാണ് പിന്നെ ഷൂട്ടിലോട്ട് പോവുക. ഞാനിതിൻ്റെ ഈ സിനിമയുടെ അതായത് ബെത്ലഹേമിൻ്റെ കുറേ ഇൻ്റർവ്യൂസൊക്കെ ഉണ്ട്. അതിൽ അഭിനയിച്ചവരുടെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയൊക്കെ അവരൊക്കെ പറയുന്നത് ഇത് ഗിരീഷ് ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഇംപ്രവൈസേഷൻ സമ്മതിക്കില്ല, സ്ക്രിപ്റ്റിലുള്ളത് മതി, സ്ക്രിപ്റ്റിൽ നോട്ടം വരെ എഴുതി വയ്ക്കുന്നു എന്നൊക്കെയാണ്. അത് എത്രത്തോളം ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഗിരീഷിനെ പൊക്കിയടിച്ചുകൊണ്ടിരിക്കുകയല്ല. സോ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഒരു ശരാശരി നിലവാരമുള്ളൊരു സിനിമ. മോശമെന്ന് പറയാമെന്ന് വെച്ചാൽ വൃത്തികേടെന്ന് പറയാൻ പറ്റില്ല. അതായത് പരമ ബോറെന്നോ പരമ വൃത്തിയുടെ സിനിമയൊന്നും പറയാൻ പറ്റില്ല. സോ ശരാശരി നിലവാരമുള്ളൊരു സിനിമ. അതിനപ്പുറത്തോടൊന്നും ഈ സിനിമ അവകാശപ്പെടുന്നില്ല.